Hello everyone, welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. സോ ഡീം ടു ബി കാറ്റഗറിയിൽ പെടുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പൊതുവേ നമ്മൾ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ ഷീറ്റ്, അതായത് നമ്മൾ ആൻസർ എഴുതുന്ന ഷീറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാറാണ് പതിവ്. ഓഫ്ലൈൻ എക്സാംസ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ നിന്ന് തന്നെ അത് അവൈലബിൾ ആയിരിക്കും, അവിടെ നിന്ന് കിട്ടിയിട്ട് നമ്മൾ എഴുതാറാണ് പതിവ്. പക്ഷേ ഈ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റിയൊക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഓൺലൈനായിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു സംശയം ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഉണ്ടാവുക എങ്ങനെയാണ് ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ ഷീറ്റ്സ്, അത് നമ്മുടെ കയ്യിലുള്ള A4 ഷീറ്റ്സ് എടുത്തിട്ടാണോ എഴുതുന്നത്, അല്ലെങ്കിൽ അവർ നമുക്ക് ഉത്തരക്കടലാസുകൾ അയച്ചു തരുമോ എന്ന സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സംശയത്തിനൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പൊതുവേ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് നിങ്ങൾക്കിപ്പോൾ എഴുതാൻ ആവശ്യമായിട്ടുള്ള ആൻസർ ഷീറ്റ്സ് അത് അവർ നമുക്കൊരു എക്സാമിൻ്റെ 2 ആഴ്ച മുൻപേ തന്നെ ഉത്തരക്കടലാസ് അയച്ചു തരും. ഓക്കെ, അപ്പോൾ ആ ഉത്തരക്കടലാസിൽ വളരെ നീറ്റായിട്ട് നമ്മളൊരു എക്സാമിന് എങ്ങനെയാണോ എഴുതാറുള്ളത് അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്ത് വൃത്തിയാക്കി എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് PDF ആക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ നമ്മുടെ പോർട്ടൽ, അതായത് എക്സാം കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ഷീറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പോർട്ടൽ നമുക്ക് ഓപ്പൺ ആയിരിക്കും. ആ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ 2 വീക്സ് മുന്നേ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ എക്സാമിന് മുൻപായിട്ട് അവർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ ഷീറ്റ്സ് അയച്ചു തരും. അഥവാ അങ്ങനെയുള്ള ആൻസർ ഷീറ്റ്സ് ഒന്നും അയച്ചു തന്നിട്ടില്ല, ഇപ്പോഴും ലാഗ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മുൻപോട്ട് വെക്കുന്ന ഒരു സജഷൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജെയിൻ യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ എനപ്പോയ യൂണിവേഴ്സിറ്റിയിലും ഇതേപോലെ തന്നെ ഉത്തരക്കടലാസ് അവർ അയച്ചു തരുന്നതാണ്. അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസേഴ്സ് എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ആൻസർ ഷീറ്റിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസേഴ്സ് എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ആൻസർ ഷീറ്റ്സിൻ്റെ ഒരു ഫോർമാറ്റ്, നമ്മൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് തരും.